മദീന പള്ളിയുടെ ഉള്ളറയിൽ അള്ളാന്റെ ഹബീബ് ഇരിക്കുമ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മദീന പള്ളിയുടെ ഉള്ളറയിൽ കടന്നു വന്നു. ആ സമയത്ത് അള്ളാന്റെ ഹബീബ് നരകത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചോദിക്കുക. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന പള്ളിയുടെ ഉള്ളറയിൽ ഒരു വേള കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ജിബ്രീലിനോട് ചോദിക്കുന്നു, ഫഖുൽതു യാ ജിബ്രീൽ സിഫ്ലി ജഹന്നമ യാ ജിബ്രീൽ, ജിബ്രീലേ നരകത്തെ കുറിച്ച് നീ എനിക്കൊന്ന് പറഞ്ഞു തരുമോ ജിബ്രീലേ? നരകത്തിന്റെ അദാബുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, നരകത്തിന്റെ ഭീതിജനകമായ അവസ്ഥയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ നരകത്തിന്റെ സൃഷ്ടിപ്പ് എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ ജിബ്രീലേ? അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ഇന്നല്ലാഹ ഖലഖൻ നാറാ, നബിയേ അല്ലാഹു നരകത്തെ പടച്ചു നബിയേ. ദുനിയാവിന്റെ മറുകയിലെ പടച്ചറപ്പ് കൊടുത്ത അനുഗ്രഹങ്ങൾ മുഴുവനും ആസ്വദിച്ചിട്ട് ദുനിയാവിന്റെ മറുകയിൽ പടച്ചറപ്പിനെ മതിമറന്നിട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരെ കൊണ്ടിടാനുള്ള നരകത്തെ പടച്ചറപ്പ് സൃഷ്ടിച്ചു നബിയേ. എന്നിട്ടാ നരകത്തെ അല്ലാഹു 1000 വർഷം കത്തിച്ചു നബിയേ. ആ നരകത്തിന്റെ തീ കടുമ ചുവപ്പ് നിറമുള്ള തീയായി നബിയേ. അള്ളാന്റെ ഹബീബിനോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, നബിയേ അല്ലാഹു നരകത്തെ പടച്ചു. എന്നിട്ട് ഇടതടവില്ലാതെ 1000 വർഷം അല്ലാഹു നരകത്തെ കത്തിച്ചു. ആ നരകത്തിന്റെ തീ കടും ചുവപ്പ് നിറമുള്ള തീയായി. ഈ സുന്ദരമായ കന്നാടത്തിന്റെ പരിസരത്ത് ഒരുമിച്ചുകൂടിയ നമ്മളൊന്ന് ചിന്തിക്കണം. ദുനിയാവിന്റെ നെറുകയിൽ നമ്മൾ പല തീയും കണ്ടിട്ടുണ്ട്, എന്നാൽ കടും ചുവപ്പ് നിറമുള്ള തീ നമ്മുടെ കണ്ണുകൊണ്ട് ഇതുവരെ ദർശിച്ചിട്ടില്ല. നരകത്തിന്റെ തീ കടും ചുവപ്പ് നിറമുള്ള തീയായി 1000 വർഷം കത്തിച്ചു എന്ന് പറയുമ്പോ ദുനിയാവിന്റെ 1000 വർഷമല്ല, അള്ളാഹുവിന്റെ പരലോകത്തിന്റെ 1000 വർഷം. പരലോകത്തിൽ ഒരു ദിവസം തീരാനുള്ള ദൈർഘ്യം എന്തെന്നറിയോ? അള്ളാന്റെ ഖുർആൻ പറയട്ടെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ മറുകയിൽ ഒരു ദിവസം കഴിഞ്ഞു പോകാൻ 24 മണിക്കൂർ മതിയെങ്കിൽ, ഒരു മാസം കഴിഞ്ഞു പോകാൻ 30 31 ദിവസം മതിയെങ്കിൽ, ഒരു വർഷം കഴിഞ്ഞു പോകാൻ 365 ദിവസം മതിയെങ്കിൽ, അല്ലാഹുവിന്റെ പരലോകത്തിന്റെ ഒരു ദിവസം തീരാ. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന. ദുനിയാവിന്റെ 50,000 വർഷങ്ങൾ വേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. സുബ്ഹാനല്ലാഹ്, അവിടെ നിന്നിട്ട് കണക്ക് പറയേണ്ടി വരും. അല്ലാഹു നമ്മുടെ വിചാരണ എളുപ്പമാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ വിചാരണ എളുപ്പമാക്കി തരട്ടെ. പരലോകത്തിന്റെ ഒരൊറ്റ ദിവസം തീരാൻ ദുനിയാവിന്റെ 50,000 വർഷങ്ങൾ. നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട്, ആ മൊബൈൽ എടുത്ത് വെച്ചിട്ട് 50,000-നെ 365 കൊണ്ടെന്ന് ഗുണിച്ചു നോക്കണം, എത്ര കിട്ടുമെന്നറിയോ? ദുനിയാവിന്റെ ദിവസങ്ങൾ പരലോകത്തിന്റെ ഒരു ദിവസം തീരാൻ 1,82,50,000 ദിവസങ്ങൾ. അങ്ങനെയുള്ള 1000 വർഷം അല്ലാഹു നരകത്തെ കത്തിച്ചു. ആ നരകത്തിന്റെ തീ കടും ചുവപ്പ് നിറമുള്ള തീയായി. പടച്ചവന് മതിയായില്ലല്ലോ. വീണ്ടും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു കൊടുക്കുന്ന, നബിയേ പടച്ചവന് മതിയായില്ല നബിയേ,
ദുനിയാവിന്റെ മറുകയിൽ പടച്ചവന് വേണ്ടി ഇബാദത്ത് ചെയ്തിട്ട് ജീവിക്കണമെന്ന് അല്ലാഹു അവന്റെ ഖുർആനിലൂടെ പറഞ്ഞപ്പോ അല്ലാഹുവിനെ മതിമറന്നിട്ട് ദുനിയാവിന്റെ മറുകയിൽ താന്തോതികളായി ജീവിക്കുന്ന മനുഷ്യരെ കൊണ്ടിടാനുള്ള നരകത്തെ അല്ലാഹു പടച്ചിട്ട് വീണ്ടും അല്ലാഹു നരകത്തെ 1000 വർഷം കത്തിച്ചു നബിയെ. ആ നരകത്തിന്റെ തീ പാലുപോലെ വെള്ള നിറമുള്ള തീയായി നബിയെ. വീണ്ടും അല്ലാഹു നരകത്തെ 1000 വർഷം കത്തിച്ചു. ആ നരകത്തിന്റെ തീ പാലുപോലെ വെള്ള നിറമുള്ള തീയായി. ദുനിയാവിലെ ഇതുവരെ കണ്ടിട്ടുണ്ടോ നമ്മൾ പാലുപോലെ വെള്ള നിറമുള്ള തീ? നരകത്തിന്റെ തീ അങ്ങനെയാ. പടച്ചവന് മതിയായില്ലല്ലോ. വീണ്ടും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു കൊടുക്കുന്ന നബിയേ, പടച്ചവന് മതിയായില്ല നബിയേ. കാരണം അല്ലാഹു ദുനിയാവിന്റെ മറുകയിൽ ജീവിക്കാൻ അവസരം തന്നത് പടച്ചവനാണ്. ഈ ദുനിയാവിന്റെ മറുകയിൽ ആരോഗ്യം തന്നത് പടച്ചവനാണ്. ഈ ദുനിയാവിന്റെ മറുകയിൽ സമ്പത്ത് തന്നത് പടച്ചവനാണ്. ഈ ദുനിയാവിന്റെ മറുകയിൽ സമയം തന്നത് പടച്ചവനാണ്. ഈ ദുനിയാവിന്റെ സുന്ദരമായ അനുഗ്രഹങ്ങൾ മുഴുവനും കണ്ടാസ്വദിക്കാനുള്ള കണ്ണിന്റെ കാഴ്ച തന്നത് പടച്ചവനാ. ഈ ദുനിയാവിൽ എവിടെ വേണോ നടന്നു പോകാം. നമ്മുടെ കാലിന് ചലനം തന്നത് പടച്ചവനാ. നമുക്ക് ആഹാരം മാറിപ്പിന്നാർ നമ്മുടെ കൈകൾക്ക് ചലനം തന്നത് പടച്ചവനാ. ഇതുപോലെ സംസാരിക്കാൻ നമ്മുടെ മാവിന് ചലനം തന്നത് പടച്ചവനാ. അങ്ങനെ ദുനിയാവിന്റെ മറുകയിൽ നമ്മൾ എന്തൊക്കെ ആസ്വദിക്കുന്നുണ്ടോ അതൊന്നും മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ലല്ലോ. എല്ലാം അല്ലാഹു തന്നതാ. എല്ലാം ദൈവം തമ്പുരാൻ തന്നതാ. ആ ദൈവം തമ്പുരാൻ തന്നത് ദൈവത്തിന്റെ പിരിച്ചെടുക്കാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ പടച്ച റബ്ബ് ദുനിയാവിൽ അനുഗ്രഹങ്ങൾ തന്നിട്ട് ഈ അനുഗ്രഹങ്ങൾക്ക് പകരം നിങ്ങൾ എനിക്ക് വേണ്ടി നന്ദി ചെയ്യണേ, നിങ്ങൾ എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യണേ, നിങ്ങൾ എന്നെ സ്മരിക്കണേ, നിങ്ങൾ എന്നെ എപ്പോഴും ഓർക്കണേ. കാരണം ഈ അനുഗ്രഹങ്ങൾ മുഴുവനും തന്നവൻ ഞാനാണല്ലോ. അങ്ങനെ പടച്ചവനെ ഓർക്കാതെ ദുനിയാവിന്റെ മറുകയിൽ ഇത് മുഴുവനും എന്റെ കഴിവ് കൊണ്ടുണ്ടായതാണെന്ന ചിന്തയോട് ജീവിച്ചു കൊണ്ടിരിക്കുന്നവരെ പടച്ച റബ്ബ് കൊണ്ടിടുന്ന നരകമുണ്ടല്ലോ. വീണ്ടും അല്ലാഹു നരകത്തെ 1000 വർഷം കത്തിച്ചു നബിയെ. ആ നരകത്തിന്റെ തീ കരിക്കട്ട പോലെ കറുത്ത നിറമുള്ള തീയായി നബിയേ. 3000 വർഷം അല്ലാഹു നരകത്തെ കത്തിച്ചു. ആ നരകത്തിന്റെ തീ കരിക്കട്ട പോലെ കറുത്ത നിറമുള്ള തീയായി എന്ന് അള്ളാന്റെ ഹബീബിനോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവേ, ആ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ആ നരകം ഹറാമാകുന്നവരുടെ കൂട്ടത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ, സ്വർഗത്തിന്റെ അവകാശിയായിട്ടല്ലാതെ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ റഹ്മാനെ. ഇത് നരകത്തിന്റെ സൃഷ്ടിപ്പാണ്. ഇനി നരകത്തെ നരകാവകാശികളുടെ മുമ്പിലേക്ക് അള്ളാന്റെ മലക്കുകൾ കൊണ്ടുവരുന്ന അവസ്ഥ എങ്ങനെയെന്നറിയോ? അള്ളാന്റെ ഹബീബ് പറയട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, യുഅ്താ ബിജഹന്നമ യൗമൽ ഖിയാമ വലഹാ 70,000 സിമാ. നാളെ പടച്ചവന്റെ പരലോകത്ത് നരകത്തെ നരകാവകാശികളുടെ മുമ്പിലേക്ക് അല്ലാഹുവിന്റെ മാലാഖമാർ കൊണ്ടുവരികയാ. വലഹാ 70,000 സിമാ. ആ നരകത്തിന് 70,000 ചങ്ങലകളുണ്ട്. 70,000 ചങ്ങലയിൽ ബന്ധപ്പെടുത്തിയ നരകത്തെ നരകാവകാശികളുടെ മുമ്പിലേക്ക് പടച്ചവന്റെ മാലാഖമാർ കൊണ്ടുവരികയാ. വഫീ കുല്ലി സിമാമിൻ 70,000 മലക്കിൻ യജുറൂനഹാ. ഓരോ ചങ്ങലയിലും അല്ലാഹുവിന്റെ നരകത്തെ കാക്കുന്ന 70,000 മലക്കുകളാണ് നിരന്നിട്ട് നരകത്തെ നരകാവകാശികളുടെ മുമ്പിൽ കുന്തു തുറാബാ യാ ലൈതനീ
കുന്തു തുറാബാ, അല്ലാഹുവേ ഞാനൊന്ന് മണ്ണായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു പടച്ചവനെ. ഈ നരകത്തെ കുറിച്ച് ദുനിയാവിൽ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പടച്ചവനെ. അന്നൊന്നും ഞാനിത് വാസ്തവമാണെന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചില്ല. അല്ലാ, എന്റെ കണ്ണിന്റെ മുമ്പിൽ നരകത്തെ കാണുമ്പോ യാ ലൈതനീ കുന്തു തുറാബാ, ഞാൻ മണ്ണായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് നരകത്തിന്റെ അവകാശി വിളിച്ചു പറയുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. യുഅ്താ ബി ജഹന്നമ യൗമൽ ഖിയാമ വലഹാ 70,000 സിമാമിൻ. നരകത്തെ നരകാവകാശികളുടെ മുമ്പിലേക്ക് മലക്കുകൾ കൊണ്ടുവരും. ആ നരകത്തിന് 70,000 ചങ്ങലയിൽ ബന്ധപ്പെടുത്തിയിരിക്കും. ചങ്ങല എന്ന് പറയുമ്പോ കന്നാടത്തിന്റെ പരിസരത്ത് ഒരുമിച്ചുകൂടി നമ്മുടെ വീടിന്റെ ഗേറ്റ് കൂട്ടാനുള്ള ചങ്ങലയല്ല. ഓരോ ചങ്ങലയിലും വഫീ കുല്ലി സിമാമിൻ 70,000 മലക്കിൻ യജുറൂനഹ. ഓരോ ചങ്ങലയിലും നരകത്തിന്റെ 70,000 മലക്കുകൾ, നരകത്തെ സൂക്ഷിക്കുന്ന 70,000 മലക്കുകൾ ഓരോ ചങ്ങലയിലും പിടിക്കും. ഒന്നാലോചിച്ചൊക്കെ, ഈ കന്നാടത്തിന്റെ പരിസരത്ത് ഒരു വടം നമ്മൾ ഇടുകയാണ്. വടം കയറെന്നല്ലേ പറയുന്നത്. വടം കയറ് നമ്മൾ ഇട്ടിട്ട് ഇവിടന്ന് ഇട്ട് നമ്മൾ നിൽക്കുകയാണ്. 70,000 പേര് അണിനിരന്നാൽ എവിടം വരെ ഉണ്ടാവും? 70,000 പേര് ഒരു വടത്തിൽ നിന്നാൽ എവിടം വരെ ഉണ്ടാവും? ഒന്നാലോചിച്ച് നോക്കിയേ. അങ്ങനെയുള്ള 70,000 ചങ്ങലയിൽ ബന്ധപ്പെടുത്തിയ നരകത്തെ ഓരോ ചങ്ങലയിലും 70,000 പേര് അണിനിരന്നിട്ട് നരകാവകാശികളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു, നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് നരകത്തെ കൊണ്ടുവരുന്ന അവസ്ഥ. ഇനി നരകത്തെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനം എന്തെന്നറിയോ? നമ്മൾ ദുനിയാവിൽ തീ കത്തിക്കാൻ ഒന്നുകിൽ ഗ്യാസ് ഉപയോഗിക്കും, അല്ലെങ്കിൽ മണ്ണെണ്ണ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഡീസൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ വിറക് ഉപയോഗിക്കും തീ കത്തിക്കാൻ. നരകത്തെ കത്തിക്കാൻ അല്ലാഹു ഉപയോഗിക്കുന്ന ഇന്ധനം എന്താ? അള്ളാന്റെ ഖുർആൻ പറയട്ടെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരെ, അവന്റെ മാലാഖമാരെ കൊണ്ട് വിശ്വസിച്ചവരെ, മരണമുണ്ട്, ഖബറുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, മഹ്ശറയുണ്ട്, ഹിസാബുണ്ടെന്ന് വിശ്വസിച്ചവരെ, ഓ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരത്തെ നരകത്തെ തൊട്ട് സൂക്ഷിക്കണേ. നിങ്ങളുടെ ശരീരത്തെ മാത്രം നരകത്തിൽ നിന്ന് സൂക്ഷിച്ചാ പോരാ. വാഹിലീക്കും നാറാ, കന്നാടത്തിന്റെ പരിസരത്ത് കടന്നു വന്ന പ്രിയപ്പെട്ട ഉപ്പ, നിന്റെ പ്രിയപ്പെട്ട മകനെങ്ങാനും ഒരു അപകടമുണ്ടായെന്ന് നീ അറിഞ്ഞ, നിന്റെ പ്രിയപ്പെട്ട മകനെങ്ങാനും ഒരു രോഗമുണ്ടെന്ന് നീ അറിഞ്ഞ, പിന്നെ നിനക്ക് ഉറങ്ങാൻ പറ്റോ? പിന്നെ നിന്റെ മനസ്സിന്റെ ഉള്ളറയിൽ വല്ലാത്ത സങ്കടമാണല്ലോ. അങ്ങനെ മക്കളെ സ്നേഹിക്കുന്ന പിതാക്കന്മാരെ, കന്നാടത്തിന്റെ പരിസരത്ത് കടന്നു വന്ന ഉമ്മ, നിന്റെ പ്രിയപ്പെട്ട പെൺമക്കളെങ്ങാനും ഒന്ന് പനിച്ച് രാത്രിയിലൊന്ന് കിടന്നു പോയാ പിന്നെ നിനക്ക് ഉറങ്ങാൻ കഴിയോ ഉമ്മ? എത്രയോ ദിനരാത്രങ്ങൾ മക്കൾക്ക് വേണ്ടി ഉറക്കമെടുന്ന ഉമ്മ, അങ്ങനെയുള്ള മക്കള് നാളെ പടച്ചവന്റെ പരലോകത്ത് കത്തിക്കാണെന്ന നരകത്തിലെങ്ങാനമെന്ന് വീണുപോയാ ഏത് പിതാവിനാ സഹിക്കാൻ കഴിയുന്നേ? ഏത് മാതാവിനാ സഹിക്കാൻ കഴിയുന്നേ? അതുകൊണ്ട് അള്ളാന്റെ ഖുർആൻ പറയുന്നു, നിങ്ങളുടെ ശരീരത്തെ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാ പോരാ, നിങ്ങളുടെ മക്കളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. കാരണം എന്തെന്നറിയോ? വഖൂദുഹന്നാസു വൽ ഹിജാറ, നരകത്തെ കത്തിക്കാൻ അല്ലാഹു ഉപയോഗിക്കുന്ന ഇന്ധനം എന്തെന്നറിയോ? നരകത്തെ കത്തിക്കാൻ അല്ലാഹു ഉപയോഗിക്കുന്ന ഇന്ധനം എന്തെന്നറിയോ? വഖൂദുഹന്നാസു വൽ ഹിജാറ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മനുഷ്യ സമൂഹമുണ്ടല്ലോ, ആ മനുഷ്യരെയാണ് നരകത്തെ കത്തിക്കാൻ അല്ലാഹു ഉപയോഗിക്കുന്ന ഇന്ധനമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ,
അള്ളാഹു നിരീശ്വരവാദികളെ വിളിച്ചിട്ടില്ല, ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാരെ വിളിച്ചിട്ടില്ല, ആക്ടിവിസ്റ്റുകളെ വിളിച്ചിട്ടില്ല. അള്ളാഹു വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച, പരലോകത്തെ കൊണ്ട് വിശ്വസിച്ച, നരകത്തെ കൊണ്ട് വിശ്വസിച്ച, സ്വർഗത്തെ കൊണ്ട് വിശ്വസിച്ച, ഖബറിന്റെ അദാബുകളെ കൊണ്ട് വിശ്വസിച്ച ഒരു വിഭാഗത്തെ അള്ളാഹു വിളിച്ചിട്ട് പറയുന്നു, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബക്കാരുടെ ശരീരത്തെയും നരകത്തെ തൊട്ട് സൂക്ഷിക്കണേ. കാരണം വഖൂദുഹന്നാസു വൽ ഹിജാറ, നരകത്തെ കത്തിക്കാൻ അല്ലാഹു ഉപയോഗിക്കുന്ന ഇന്ധനം എന്നെയും നിങ്ങളെയും പോലത്തെ മനുഷ്യരെയും പാറക്കല്ലുകളെയുമാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. നമ്മളിപ്പോ പറയാറുണ്ട് വലിയ ചൂടാണെന്ന്. ഇന്നലെ പാലക്കാട് ജില്ലയിലായിരുന്നു ഈ വിനീതന് പ്രഭാഷണം. 41 ഡിഗ്രി ചൂടാണ് പാലക്കാട് ജില്ലയിൽ. ആലോചിച്ച് നോക്ക്, കാസർഗോഡ് ജില്ലയിൽ ജീവിക്കുന്ന നമുക്ക് ചൂടനുഭവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ദുനിയാവിന്റെ ചൂട് കൊണ്ട്, ഈ ദുനിയാവിന്റെ തീ കൊണ്ട് ഒരു പാറക്കല്ലിനെ കത്തിച്ച് കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ? ഒരു പാറക്കല്ലെടുത്തിട്ട് നമ്മൾ അടുപ്പത്തിട്ട് ആ പാറക്കല്ലിനെ ചാമ്പലാക്കാൻ ഈ ദുനിയാവിന്റെ ചൂടിന് കഴിയോ? ഇല്ല. എന്നാൽ നരകത്തിന്റെ ചൂടിന് പാറക്കല്ലുകളെ കരിച്ചു കളയാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. നമ്മുടെ ദുനിയാവിന്റെ ചൂടനുഭവിക്കാൻ കഴിയുന്നില്ല. 15,000 കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് സൂര്യൻ. ആ സൂര്യന്റെ ചൂട് നമ്മുടെ ശരീരത്തിൽ നിന്ന് തട്ടുമ്പോ പറയപ്പെടുന്നു 350 പേർ സൂര്യതാപമേറ്റിട്ട് ശരീരം പൊള്ളിപ്പോയി. താങ്ങാൻ പറ്റുന്നില്ല ചൂട്. നാളെ നമ്മുടെ തലയുടെ ഒരു ചാൺ മുകളിൽ, അള്ളാഹുവിന്റെ പരലോകത്തിൽ നമ്മുടെ തലയുടെ ഒരു ചാൺ മുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ വന്ന് നിൽക്കുമ്പോ എങ്ങനെ സഹിക്കും പരലോകത്തിന്റെ ചൂട്? അള്ളാഹു നമുക്ക് വിചാരണ എളുപ്പമാക്കി തരട്ടെ. അർശിന്റെ തണല് തന്ന അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് നരകത്തെ കത്തിക്കാൻ അള്ളാഹു ഉപയോഗിക്കുന്ന ഇന്ധനം എന്നെയും നിങ്ങളെയും പോലത്തെ മനുഷ്യരെയും പാറക്കല്ലുകളെയുമാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. ഈ ആയത്തിറങ്ങി മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വഴിയിലൂടെ നടന്നു പോകുമ്പോ 10 വയസ്സുള്ള പൊന്നുമോൻ ഒരു മരച്ചുവട്ടിലിരുന്ന് പൊട്ടിക്കരയുകയാണ്. തന്റെ കൂട്ടുകാരൊക്കെ മാറി നിന്നിട്ട് കളിതമാശകളിൽ പങ്കിടുമ്പോ ഈ 10 വയസ്സുള്ള പൊന്നുമോൻ മാത്രം മാറിയിരുന്ന് കരയുന്നു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ 10 വയസ്സുള്ള പൊന്നുമോനോട് ചോദിച്ചു, മോനെ എന്തിനാടാ കരയുന്നത്? എന്തിനാ? നിന്റെ കൂട്ടുകാര് നിന്നെ കളിപ്പിക്കാത്തത് കൊണ്ടാണോ? നിന്റെ കൂട്ടുകാര് നിന്നെ തമാശകളിൽ പങ്കെടുപ്പിക്കാത്തത് കൊണ്ടാണോ? അതുകൊണ്ടാണ് നീ കരയുന്നതെങ്കിൽ നിന്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു നിന്നെ കളിപ്പിക്കാൻ പറയാ. ആ സമയത്ത് 10 വയസ്സുള്ള പൊന്നുമോൻ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞുകൊടുത്ത മറുപടി എന്തെന്നറിയോ? തങ്ങളെ കൂട്ടുകാര് കളിപ്പിക്കാത്തത് കൊണ്ടല്ല ഞാൻ കരയുന്നേ, കൂട്ടുകാര് തമാശകളിൽ പങ്കെടുപ്പിക്കാത്തത് കൊണ്ടല്ല ഞാൻ കരയുന്നേ. മദീന പള്ളിയുടെ ഉള്ളറയിൽ അള്ളാന്റെ ഹബീബ് ഓതിയ ഒരു ആയത്തങ്ങ് കേട്ടില്ലേ? ആയത്ത് കേട്ടപ്പോ എന്റെ മനസ്സിന്റെ ഉള്ളറയിൽ വല്ലാത്ത സങ്കടം വന്നു തങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് 10 വയസ്സുള്ള പൊന്നുമോന് പറഞ്ഞു കൊടുക്കുമ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? പൊന്നുമോനെ, ഈ ഉമറിന്റെ മനസാന്തരം വന്നത് ഖുർആൻ കേട്ടിട്ടാ, സൂറത്ത് ത്വാഹയുടെ ആയത്തുകൾ കേട്ടിട്ടാ. ഈ ഉമർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്, മനസ്സിന്റെ ഉള്ളറയിൽ പരിവർത്തനം വന്നത് ഖുർആൻ കേട്ടിട്ടാ. ഈ ഉമറിന്റെ മനസ്സിന് നൊമ്പരം വരാത്ത ഏത് ആയത്താ നീ കേട്ടതെന്ന് 10 വയസ്സുള്ള പൊന്നുമോനോട് ചോദിക്കുമ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആ പൊന്നുമോന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? കന്നാടത്തിന്റെ പരിസരത്ത് കടന്നു വന്ന ഉപ്പ, ഇതുപോലെ ഒരു മകന് ജന്മം കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? കന്നാടത്തിന്റെ പരിസരത്ത് കടന്നു വന്ന ഉമ്മ, ഇതുപോലെ ഒരു മകനെ പ്രസവിക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? 10 വയസ്സുള്ള പൊന്നുമോൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാ, തങ്ങളെ നാളെ
നാളെ നരകത്തിന്റെ ഉള്ളറയിൽ അല്ലാഹു കത്തിക്കുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അതോർത്തിട്ടാണ് കരയുന്നതെന്ന് ആ 10 വയസ്സുള്ള പൊന്നുമോന് പറഞ്ഞു കൊടുക്കുമ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പൊന്നുമോനെ, നിനക്ക് പ്രായപൂർത്തിയായില്ലല്ലോ. നീ എങ്ങാനും ഈ സമയത്ത് മരണപ്പെട്ടു പോയാ നിനക്ക് ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ പോകാമല്ലോ. കാരണം നിനക്ക് പ്രായപൂർത്തിയായില്ലല്ലോ. ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമമനുസരിച്ച് പ്രായപൂർത്തിയാകുന്ന അന്ന് മുതൽ ചെയ്യുന്ന തെറ്റുകൾ അല്ലാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തുമെന്ന് മഹാന്മാര് പറഞ്ഞു തരികയാ. അതുകൊണ്ട് പൊന്നുമോനെ, നിനക്ക് പ്രായപൂർത്തിയായില്ലല്ലോ. നീ എങ്ങാനും മരണപ്പെട്ടാൽ സ്വർഗ്ഗത്തിന്റെ ഉള്ളറയിൽ കടക്കാമല്ലോ. പിന്നെ എന്തിനാണ് നീ കരയുന്നതെന്ന് ആ 10 വയസ്സുള്ള പൊന്നുമോനോട് ചോദിക്കുമ്പോ ആ 10 വയസ്സുള്ള പൊന്നുമോൻ ഉമർ തങ്ങളോട് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? തങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചി എനിക്ക് വേണ്ടി ആഹാരം പാകം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു അടുപ്പിന്റെ പുറത്തേക്ക് ഒരു മംഗലം വെച്ചിട്ട് ആ മംഗലത്തിന്റെ ഉള്ളറയിൽ വെള്ളമൊഴിച്ചിട്ട് ആ അടുപ്പിന്റെ ഉള്ളറയിലേക്ക് വിറക് കള്ളികൾ വെച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വിറക് കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ വലിയ വിറക് കഷ്ണങ്ങൾ കത്താതെ വരുമ്പോ അതിന്റെ ഇടയിലേക്ക് കുഞ്ഞു കുഞ്ഞു വിറക് കൊള്ളികളെ വെക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. നാളെ പടച്ചവന്റെ നരകത്തെ കത്തിക്കാ അല്ലാഹു വലിയ മനുഷ്യന്മാരെ ഉപയോഗിക്കുമ്പോ അവരെ കത്താതെ വരുമ്പോ എന്നെ പോലത്തെ പിഞ്ചുമക്കളെ അവരുടെ ഇടയിലേക്ക് പടച്ചറപ്പ് വെച്ചു കൊടുക്കുമോ എന്നോർത്തിട്ടാണ് കരയുന്നതെന്ന് ആ 10 വയസ്സുള്ള പൊന്നുമോന് പറഞ്ഞു കൊടുത്തെങ്കിൽ കന്നാടത്തിന്റെ പരിസരത്ത് കടന്നു വന്ന ഉപ്പ, കന്നാടത്തിന്റെ പരിസരത്ത് കടന്നു വന്ന ഉമ്മ, കന്നാടത്തിന്റെ പരിസരത്ത് കടന്നു വന്ന യുവാക്കളെ, എത്രയോ പ്രാവശ്യം നമ്മൾ നരകത്തെ കുറിച്ച് കേട്ടിരിക്കുകയാ. എത്രയോ അദാബിന്റെ ആയത്തുകൾ നമ്മൾ കേട്ടിരിക്കുകയാ. ഇതുവരെ മനസ്സിന് മാനസാന്തരം വന്നിട്ടുണ്ടോ? അല്ലാഹുവേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. 10 വയസ്സുള്ള പൊന്നുമോൻ ഉമർ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, തങ്ങളെ, എന്റെ ഉമ്മ എനിക്ക് ആഹാരം പാകം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അടുപ്പിന്റെ പുറത്തേക്ക് മൺകലം വെച്ചിട്ട് അതിനകത്ത് വെള്ളമൊഴിച്ച് ആ വെള്ളം തിളപ്പിക്കുന്നതിന് വേണ്ടി വലിയ വിറക് കഷ്ണങ്ങൾ അടുപ്പിലേക്ക് വെച്ചിട്ട് കത്തിക്കും. അത് കത്താതെ വരുമ്പോ അതിന്റെ ഇടയിലേക്ക് കുഞ്ഞു കുഞ്ഞു വിറക് കൊള്ളികളെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നാളെ പടച്ചവന്റെ നരകത്തെ കത്തിക്കാൻ അല്ലാഹു വലിയ മനുഷ്യന്മാരെ ഉപയോഗിക്കുമ്പോ അവര് കത്താതെ വരുമ്പോ എന്നെ പോലത്തെ കുഞ്ഞുമക്കളെ അവരുടെ ഇടയിലേക്ക് അല്ലാഹു വെച്ചു കൊടുക്കുമോ എന്നോർത്തിട്ടാണ് ഞാൻ കരഞ്ഞതെന്ന് ആ 10 വയസ്സുള്ള പൊന്നുമോൻ പറഞ്ഞു കൊടുത്തെങ്കിൽ ഇനിയെങ്കിലും മനസ്സിന്റെ ഉള്ളറയിൽ മാനസാന്തരം വന്നിട്ട് ജീവിതം മാറ്റണ്ടേ? അല്ലാഹു അതിനുള്ള മഹാഭാഗ്യം നൽകട്ടെ. അല്ലാഹു അതിനുള്ള മഹാഭാഗ്യം നൽകട്ടെ. ഇത് നരകത്തെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനമാണെങ്കിൽ ഇനി നരകത്തിന്റെ വിസ്തീർണം അറിയണ്ടേ? നരകത്തിന്റെ വിസ്തീർണം അള്ളാന്റെ ഹബീബ് പറഞ്ഞു തരിക. നരകം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളാ ഈ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ഈ ഗ്രൗണ്ട് പോലെ ആയിരിക്കും. നരകത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ഇത്ര ആൾ ഇരുന്നിട്ട് ബാക്കി സ്ഥലം ഉണ്ടല്ലോ, ഇതുപോലെ ആയിരിക്കും നരകവും. അള്ളാന്റെ ഹബീബ് പറയാ നരകത്തിന്റെ വിസ്തീർണത്തെ കുറിച്ച്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, വലി ജഹന്നമ അർബഉ ഖവാഇം, നരകത്തിന് 4 തൂണുകളുണ്ട്. 4 തൂണുകളുണ്ട്. മാബൈന കുല്ലി ഖായിമത്തിൻ അൽഫുആ, ഒരു തൂണിൽ നിന്ന് അടുത്ത തൂണിലേക്ക് എത്താനുള്ള വഴി ദൂരം എത്രയെന്നറിയോ? 1000 വർഷത്തെ വഴി ദൂരമുണ്ടെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുക. നരകത്തിന് 4 തൂണുകളുണ്ട്. ഈ സ്റ്റേജിനും ഉണ്ട് 4 തൂണുകൾ, അല്ലേ? 4 തൂണില്ലേ? സ്റ്റേജിനുണ്ട് 4 തൂൺ. ഈ തൂണിൽ നിന്ന് ഈ തൂണിലേക്ക് വരാൻ 2 സെക്കൻഡോ 1 സെക്കൻഡോ മതി. നരകത്തിന്റെ ഒരു തൂണിൽ നിന്ന് അടുത്ത തൂണിലേക്ക് എത്താൻ 1000 വർഷത്തെ വഴി ദൂരം. അല്ലാഹു അക്ബർ. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര വിസ്തീർണം ഉണ്ടാവും നരകം. ഇത് നരകത്തിന്റെ വിസ്തീർണമാണെങ്കിൽ
ഇനി നരകത്തിന്റെ ഉള്ളറയിൽ വീണുപോകുന്ന മനുഷ്യന്റെ രൂപം എന്തെന്നറിയോ? നമ്മൾ ഇതൊക്കെ പഠിക്കണം. ഇതൊക്കെ പഠിച്ചിട്ട് ജീവിതത്തിൽ ഇനിയെങ്കിലും മാറ്റം ഉണ്ടായിട്ട് അള്ളാഹുവിന്റെ ആഖിറത്തിന്റെ അദാബുകളെ ഓർത്തിട്ട് കരയാൻ ഇനിയെങ്കിലും നമ്മൾ ജീവിതം മാറ്റിവെക്കണം. അള്ളാഹു അതിനുള്ള മനസ്സ് തരട്ടെ. നരകത്തിന്റെ ഉള്ളറയിൽ വീണുപോകുന്ന മനുഷ്യന്റെ രൂപം എന്തെന്നറിയോ? മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു തരുകയാ, അന്നഹു യുദ്ഖമുൽ ഇൻസാൻ ഹത്താ യകൂന മഖഅദഹു മാ ബൈന മക്ക വൽ മദീന. നരകത്തിന്റെ ഉള്ളറയിൽ വീണുപോകുന്ന മനുഷ്യന്റെ പൃഷ്ഠഭാഗത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ പിടിച്ചു വലിക്കുമത്രേ. എവിടം വരെ വലിക്കുമെന്നറിയോ? മിസ്ല മാ ബൈന മക്ക വൽ മദീന. മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്രത്തോളം വഴി ദൂരമുണ്ടോ അത്രത്തോളം വഴി ദൂരം നരകത്തിന്റെ ഉള്ളറയിൽ വീണുപോകുന്ന മനുഷ്യന്റെ ശരീരത്തെ അള്ളാഹുവിന്റെ മലക്കുകൾ പിടിച്ച് വലിക്കുമെന്ന് മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു തരുകയാ. അല്ലാഹുവേ, കന്നാടത്തിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളറയിൽ വേദനകളുണ്ട് പടച്ചവനെ, ഞങ്ങളുടെ ശരീരത്തിന് രോഗങ്ങളുണ്ട് അല്ലാ, ഞങ്ങളുടെ ജീവിതത്തിൽ ജോലിപ്പിരക്കുകളുണ്ട് പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ജോലിപ്പിരക്ക് മറന്ന് ശരീരത്തിന്റെ രോഗം മറന്ന് ശരീരത്തിന്റെ വേദനകളെ മറന്ന് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന 2-2.5 മണിക്കൂർ നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സുഹൃതമാ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ തമ്പുരാനേ. മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു തരുന്നു, അന്നഹു യുദ്ഖമുൽ ഇൻസാൻ ഹത്താ യകൂന മഖഅദഹു മാ ബൈന മക്ക വൽ മദീന. നരകത്തിന്റെ ഉള്ളറയിൽ വീണു പോകുന്ന മനുഷ്യന്റെ ശരീരത്തെ മലക്കുകൾ പിടിച്ചു വലിക്കുമത്രേ. എവിടം വരെ? മാ ബൈന മക്ക വൽ മദീന. മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്താൻ എത്രത്തോളം വഴിദൂരമുണ്ടോ അത്രത്തോളം, ഏകദേശം 450 കിലോമീറ്റർ ഉണ്ട്. അല്ലാഹു അക്ബർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നരകത്തിന്റെ ഉള്ളറയിൽ വീണു പോകുന്ന മനുഷ്യന്റെ രൂപത്തെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിൽ ഇങ്ങനെ സങ്കല്പിച്ചു നോക്കിയേ. ശരീരത്തെ പിടിച്ചു വലിക്കും അത്ര. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇനി നരകത്തിൽ വീണു പോകുന്ന മനുഷ്യന്റെ ഒരു ചുമലിൽ നിന്ന് അടുത്ത ചുമലിലേക്ക് എത്താനുള്ള വഴിദൂരം എത്ര എന്നറിയോ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു തരിക, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, മാ ബൈന മൻകിബൈൽ കാഫിരി ഫിന്നാർ മസീറത്തി 3 അയ്യാമിൻ ലിറാകിബിൽ മുസ്രിഈ. നരകത്തിന്റെ ഉള്ളറയിൽ വീണു പോകുന്ന മനുഷ്യന്റെ ഒരു തോളിൽ നിന്ന് അടുത്ത തോളിലേക്ക് എത്താനുള്ള വഴിദൂരം എത്രയെന്നറിയോ? ഏറ്റവും വേഗതയിലോടുന്ന മനുഷ്യന് ഇന്ന് കന്നാടത്തിന്റെ പരിസരത്ത് നിന്ന് ഈ രാത്രിയിൽ ഓടി തുടങ്ങിയാൽ 3-ാമത്തെ ദിവസം ആ മനുഷ്യൻ എവിടെ ചെന്നു നിൽക്കോ അത്രത്തോളം വഴിദൂരം നരകത്തിന്റെ ഉള്ളറയിൽ വീണു പോകുന്ന മനുഷ്യന്റെ ചുവലിൽ നിന്ന് അടുത്ത ചുവലിലേക്ക് പാറുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരികയാ. മാ ബൈന മൻകിബൈൽ കാഫിരി ഫിന്നാർ മസീറത്തി 3 അയ്യാമിൻ ലിറാകിബിൽ മുസ്രിഈ. നരകത്തിന്റെ ഉള്ളറയിൽ വീണു പോകുന്ന മനുഷ്യന്റെ ഒരു ചുവലിൽ നിന്ന് അടുത്ത ചുവലിലേക്ക് എത്താൻ 3 ദിവസത്തെ വഴിദൂരം. ലിറാകിബിൽ മുസ്രിഈ, ഏറ്റവും വേഗതയിലോടുന്ന മനുഷ്യൻ ഓടിയാൽ 3-ാമത്തെ ദിവസം എവിടെ എത്തോ അത്രത്തോളം വഴിദൂരം. ഏറ്റവും വേഗതയിലൂടെ റെക്കോർഡിട്ട മനുഷ്യനാരാ? ഏറ്റവും വേഗതയിലൂടെ റെക്കോർഡിട്ട മനുഷ്യനാരാ? ആരാ? ഹുസൈൻ ബോൾട്ട്. 9.5 സെക്കൻഡ് 100 മീറ്റർ ഓടാൻ ഹുസൈൻ ബോൾട്ട് എടുത്തു. ആ ഹുസൈൻ ബോൾട്ട് ഇന്ന് ഈ കന്നാടത്തിന്റെ പരിസരത്ത് വന്നിട്ട് ഇവിടെ നിന്ന് ഓടാൻ തുടങ്ങുകയാണ്. അതേ വേഗതയിൽ ഇടതടവില്ലാതെ 3 ദിവസം ഓടിയാൽ 3-ാമത്തെ ദിവസം എവിടെയെത്തോ അത്രത്തോളം വഴിദൂരമുണ്ട് ഈ ചുമലിൽ നിന്ന് അടുത്ത ചുമലിലേക്ക് എത്താൻ. അല്ലാഹുവേ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ.
നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ഇത് നരകത്തിൽ വീണു പോകുന്ന മനുഷ്യന്റെ രൂപമാണെങ്കിൽ നരകത്തിന്റെ ഉള്ളറയിൽ വീണു പോകുന്ന മനുഷ്യന് കൊടുക്കുന്ന ആഹാരം എന്തെന്നറിയോ? എവിടെ പോയാലും ആഹാരം വേണം, വേണ്ടേ? എവിടെ പോയാലും ആഹാരം വേണ്ട. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പെടാ പാടുപെട്ടിട്ട് ജോലി ചെയ്യുന്നതിനാ? നമ്മുടെ കുടുംബത്തിനും നമുക്കും ആഹാരത്തിന് വേണ്ടിയാണ്, അന്നത്തിന് വേണ്ടിയാണ്. അള്ളാഹു നമ്മുടെ അന്നം മുട്ടിക്കാതിരിക്കട്ടെ. നമ്മുടെ അന്നത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മക്കളിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ വീടിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ സമയങ്ങളിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നരകത്തിന്റെ ഉള്ളറയിൽ വീണുപോകുന്ന മനുഷ്യൻ അള്ളാഹു എടുക്കുന്ന ആഹാരം എന്തെന്നറിയോ? ശ്രദ്ധയോടെ കേട്ടോ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, യുൽഖാ അലാ അഹ്ലിന്നാരി അൽജൂആ. നരകത്തിന്റെ ഉള്ളറയിൽ വീണുപോകുന്ന മനുഷ്യന് പടച്ചറപ്പ് ഒരു വിശപ്പ് കൊടുക്കുമത്രേ, ഒരു വിശപ്പ് കൊടുക്കുമത്രേ. ഫയഅദിലു അലമിൽ ജൂഇ മാ ഫീഹാ മിനൽ അദാബ്. ആ വിശപ്പ് മാത്രം മതിയെന്ന് നരകത്തിന്റെ അദാബിനെ കുറിച്ചറിയാ, നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് പഠിക്കാ. ആ വിശപ്പ് മാത്രം മതിയെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുകയാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ നരകത്തിന്റെ ഉള്ളറയിൽ വീണു പോകുന്ന മനുഷ്യനെ നിലവിളിക്കുകയാ. ഫയസ്തഗീസൂന ബിത്താ. അല്ലാഹുവേ വിശക്കുന്നു അല്ലാ, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല പടച്ചവരെ. ആ സമയത്ത് പടച്ച റബ്ബ് നിലവിളി കേട്ടിട്ട് നരകത്തിന്റെ ഉള്ളറയിൽ കിടക്കുന്ന മനുഷ്യന് കൊടുക്കുന്ന ആഹാരം എന്തെന്നറിയോ? فيطعمون الزقوم എന്ന് പറയുന്ന ആഹാരമാണ് നരകത്തിന്റെ ഉള്ളറയിൽ നരകാവകാശികൾക്ക് പടച്ചറപ്പ് കൊടുക്കുന്നതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരികയാണ്. നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് പഠിക്കാൻ നരകത്തിന്റെ വിശപ്പ് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കണ്ട. വിശന്നൊട്ടിയ വയറുമായി നരകാവകാശി പടച്ചവനോട് നിലവിളിക്കും, അല്ലാഹുവേ വിശക്കുന്നു, ആഹാരം തരുമോ? ആ സമയത്ത് അല്ലാഹു കൊടുക്കും. സഖൂം എന്ന് പറയുന്ന ആഹാരം, നരകാവകാശികൾക്ക് കൊടുക്കുന്ന ആഹാരത്തിന്റെ പേര് സഖൂം. നമ്മൾ പല ആഹാരവും കേട്ടിട്ടുണ്ട്, ഷവർമ, ഷവായി, അൽഫഹമ്, തന്തൂരി, എന്തെല്ലാം കേൾക്കാറുണ്ട്. എന്തെല്ലാം ആഹാരത്തിന്റെ പേരാണ്. ഓരോ ദിവസവും പുതിയ പുതിയ മോഡലിന്റെ പുതിയ പുതിയ രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് ആഹാരം വന്നുകൊണ്ടിരിക്കുകയാണ്. നരകത്തിന്റെ ഉള്ളറയിൽ നരകാവകാശികൾക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന ആഹാരത്തിന്റെ പേര് സഖൂം എന്നാണ്. ഈ ആഹാരം കഴിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന വ്യത്യാസം എന്തെന്നറിയോ? അനുഭവം എന്തെന്നറിയോ? ഖുർആൻ പറയട്ടെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ഇന്ന ശജറത്തസ് സഖൂം തുആമുൽ ലസീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ കഗലിൽ ഹമീം. ഇന്ന ശജറത്തസ് സഖൂം, സഖൂം എന്ന് പറയുന്ന ആഹാരം ഒരു മുള്ളുള്ള വൃക്ഷമാ, ഒരു മുള്ളുള്ള വൃക്ഷമാ. നരകത്തിന്റെ ഉള്ളറയിൽ വീണു പോകുന്ന മനുഷ്യന് വിശന്നൊട്ടിയ വയറുമായി പടച്ചവനോട് നിലവിളിക്കുമ്പോ അല്ലാഹു എടുക്കുന്ന ആഹാരം മുള്ളുള്ള ആഹാരമാ, മുള്ളുള്ള ആഹാരമാ. കല്യാണത്തിന്റെ പേരിൽ ആഹാരം പാഴാക്കുന്നവരെ, പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണുനീര് കാണാതെ തന്റെ മകളുടെ കല്യാണത്തിന് ആർഭാടം കാണിച്ചിട്ട് അവസാനം ആഹാരം മുഴുവനും കുഴികുത്തിയിട്ട് വേസാക്കുന്നവരെ, നാളെ നിനക്ക് തരാൻ പോകുന്ന ആഹാരം എന്തെന്നറിയോ? മുള്ളുള്ള വൃക്ഷത്തിന്റെ ആഹാരമാ. ആഹാരം നിന്റെ തൊണ്ടയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇറക്കാൻ കഴിയുന്നില്ല, ഇറക്കാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും പാടുപെട്ടിട്ട് ആഹാരം നിന്റെ ഉദരത്തിലേക്ക് നീ ഇറക്കുമ്പോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയോ? കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ കഗലിൽ ഹമീം. വയറിന്റെ ഉള്ളറയുള്ള മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് നിന്റെ പൃഷ്ഠഭാഗത്തുകൂടി പുറത്തേക്ക് പോകുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഇന്ന ശജറത്തസ് സഖൂം, സഖൂം എന്ന് പറയുന്ന ആഹാരം ഒരു മുള്ളുള്ള വൃക്ഷമാണ്.
ഇനി നരകത്തിന്റെ പാനീയത്തെ കുറിച്ച് പഠിക്കാൻ പോവാം. ആഹാരം കഴിച്ചാ പിന്നെ നമുക്ക് വെള്ളം കുടിക്കണം. നരകത്തിന്റെ ഉള്ളറയിൽ നരകാവകാശികൾക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പാനീയം എന്തെന്നറിയോ? ഖുർആൻ പറയട്ടെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ഇന്ന ജഹന്നമ കാനത് മിർസാദാ ലിത്താഗീന മആബാ ലാബിസീന ഫീഹാ അഹ്ഖാബാ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ ഇല്ലാ ഹമീമൻ വഗസ്സാഖാ ഇല്ലാ ഹമീമൻ വഗസ്സാഖാ ഇല്ലാ ഹമീമൻ വഗസ്സാഖാ. നരകത്തിന്റെ ഉള്ളറയിൽ വീണു പോകുന്ന മനുഷ്യന് പടച്ചറബ് കുടിക്കാൻ കൊടുക്കുന്ന പാനീയത്തിന്റെ പേരെന്തെന്നറിയോ? അത് വസാഖനം നാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. നരകത്തിന്റെ ഉള്ളറയിൽ നരകാവകാശികൾക്ക് പടച്ചറബ് കൊടുക്കുന്ന വെള്ളത്തിന്റെ പേര് വസാഖ. നമ്മൾ പല വെള്ളത്തിന്റെ പേരും കേട്ടിട്ടുണ്ട്. പാലക്കാടൻ കുലിക്ക് സർബത്ത്, കോഴിക്കോടൻ കുലിക്ക് സർബത്ത്, കാസർഗോഡ് കുലിക്ക് സർബത്ത്, തിരുവനന്തപുരം കുലിക്ക് സർബത്ത്. ഇങ്ങനെ ഓരോ യാത്ര പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ ജില്ലയുടെ പേര് വെച്ചിട്ട് കുലിക്ക് സർബത്ത്, കുലിക്ക് സർബത്ത്. ഒരു സഹോദരൻ ഒരു പ്രാവശ്യം ഒരു കടയിൽ കയറി ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയതാണ്. വലിയ കാര്യത്തില് ആ കടയുടെ ആള് കൊണ്ടിങ്ങനെ കൊടുക്കുകയാണ്. ഈ ഓർഡർ എടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് കൈ കൊണ്ട് കൊടുത്തു. എല്ലാം നോക്കി വന്നപ്പോ എല്ലാം കുടിച്ചിട്ടുള്ള ജ്യൂസാണ്. അങ്ങനെ നോക്കി വന്നപ്പോ ഒരു ജ്യൂസ് മാത്രം കുടിച്ചിട്ടില്ല. ആ ജ്യൂസിന്റെ പേരാണ് റൈസ് ജ്യൂസ്. നല്ല ജ്യൂസ്, കൊള്ളാം. പെട്ടെന്ന് ഓർഡെടുക്കുന്ന ആളിനെ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് കൊണ്ടുപോകാം, റൈസ് ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞു. വലിയ കാര്യത്തിൽ കുടിക്കാന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോ കൊണ്ടുവരിക. കൊണ്ടുവന്ന ജ്യൂസ് എന്നറിയോ? കഞ്ഞി വെള്ളം മുമ്പ് കൊണ്ടുവച്ചിട്ട് കുടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പല പേരുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ജ്യൂസിന്റെ പേര്, വെള്ളത്തിന്റെ പേര്. എന്നാൽ നരകാവകാശികൾക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന വെള്ളത്തിന്റെ പേരാണ് വസാഖ. പഠിച്ചു വെച്ചോ, വസാഖൻ. ഈ വെള്ളം ദുനിയാവിലെങ്ങാനും വീണുപോയാലുള്ള അവസ്ഥ എന്തെന്നറിയോ? ഒരു തൊട്ടി വെള്ളം വീണാ മതി. ഒരു തൊട്ടി വെള്ളം ഈ കന്നാടത്തിന്റെ പരിസരത്ത് നരകത്തിന്റെ അവകാശികൾക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ നിന്ന് ഒരു തൊട്ടി വെള്ളം ഇവിടെ ചരിഞ്ഞാലുള്ള അവസ്ഥ എന്തെന്നറിയോ? ഹബീബ് പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, ലൗ അന്ന ദൽവം മിൻ ദാലികൽ ഗസാഖ് ഉൽഖിയ അല ദുനിയാ. നരകത്തിന്റെ ഉള്ളറയിൽ നരകാവകാശികൾക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പാനീയത്തിൽ നിന്ന് ഒരു തട്ടി വെള്ളമെങ്ങാനും ഈ കന്നാടത്തിന്റെ പരിസരത്തെന്ന് ചരിഞ്ഞു പോയാൽ ഈ ദുനിയാവ് മുഴുവനും കരിഞ്ഞു പോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോട് പറഞ്ഞു തരികയാ. ലൗ അന്ന ദൽവം മിൻ ദാലികൽ ഗസാഖി ഉൽഖിയ അല ദുനിയാ. ഒരു തൊട്ടി വെള്ളം ഈ ദുനിയാവിലെങ്ങാനും വീണുപോയാൽ ഈ ദുനിയാവ് മുഴുവനും കത്തിക്കരിഞ്ഞു പോകുമെന്ന് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആഹാരമായി, വെള്ളമായി, ഇനി എന്ത് വേണം? ഇനി എന്ത് വേണം? ഉടുക്കാൻ വസ്ത്രം വേണ്ടേ? നാണം മറയ്ക്കണ്ടേ? നരകത്തിന്റെ ഉള്ളറയിൽ നരകാവകാശികൾക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന വസ്ത്രത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? ശ്രദ്ധയോടെ കേട്ടോ. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തരികയാ, നരകത്തിലുള്ളവർക്കുള്ള തുണിയിൽ ഒന്ന് ആകാശഭൂമിയിടയ്ക്ക് തൂക്കിയിടുന്നു. അതിനുള്ള ദുർഗന്ധം ശ്വസിച്ചാൽ പിന്നെ ഭൂലോകവാസികൾ തുലയുമെന്നാ പൊന്നേ. നരകത്തിന്റെ ഉള്ളറയിൽ വീണുപോകുന്ന മനുഷ്യന് പടച്ചറപ്പ് കൊടുക്കുന്ന വസ്ത്രത്തിൽ നിന്ന് ഒരു വസ്ത്രമെങ്ങാനും ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലൊന്ന് തൂക്കിയിട്ടാൽ അതിന്റെ ദുർഗന്ധം കാരണം ദുനിയാവിലുള്ള സകലമാന ജനങ്ങളും നശിച്ചു പോകുമെന്ന് മഹാന്മാര് പറഞ്ഞു തരിക. കന്നാടത്തിന്റെ പരിസരത്ത് കടന്നു വന്ന ഉമ്മാ
SSLCക്ക് പഠിക്കുന്ന, +1 പഠിക്കുന്ന, +2 പഠിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട പെൺമക്കള് നിന്റെ മുമ്പിൽ വന്നിട്ട് ഏത് മോഡേൺ ഡ്രസ് വേണമെന്ന് പറഞ്ഞാലും ആ ഡ്രസ് വാങ്ങിച്ചു കൊടുത്തിട്ട് കഴുക കണ്ണുള്ള കാബാലികന്മാരുടെ മുമ്പിലേക്ക് പറഞ്ഞു വിടുന്ന ഉമ്മ, നാളെ മക്കള് നരകത്തിൽ വീഴുന്നത് നിനക്ക് കാണണോ? നരകത്തിന്റെ വസ്ത്രം ധരിക്കുന്നത് കാണണോ? നരകത്തിന്റെ ഉള്ളറയിൽ വീണുപോകുന്ന മനുഷ്യന് പടച്ചറപ്പ് കൊടുക്കുന്ന വസ്ത്രമെങ്ങാനും ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലെന്ന് തൂക്കിയിട്ടാൽ അതിന്റെ ദുർഗന്ധം കൊണ്ട് ദുനിയാവ് മുഴുവനും നശിച്ചു പോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരികയാണ്. നരകാവകാശികൾക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന വസ്ത്രം, ആ വസ്ത്രത്തിൽ ഒരു വസ്ത്രം ഈ ആകാശത്തിന്റെയും ഭൂമിയുടെ ഇടയിൽ ഒന്ന് വിരിച്ചിട്ടാൽ ഈ ദുനിയാവിലുള്ള മുഴുവൻ പേരും അതിന്റെ ദുർഗന്ധം കൊണ്ട് നശിച്ചു പോകുമെന്ന് ആ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളോട് പറഞ്ഞു. അല്ലാഹുവേ, ഈ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ഈ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ഈ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ഇനിയും വിശദീകരിക്കാനുണ്ട്, സമയമില്ലാത്തത് കൊണ്ട് നരകത്തെക്കുറിച്ച് ചെറിയൊരു പഠനം നമ്മൾ നടത്തി കഴിഞ്ഞു. ഇതേ നരകത്തെ ദുനിയാവിൽ വെച്ച് വിലക്ക് വാങ്ങുന്ന 4 വിഭാഗത്തെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തുന്നു. എത്ര വിഭാഗം? 4 വിഭാഗം. ഖുർആൻ പറഞ്ഞതാണ്. ഖുർആൻ പറഞ്ഞാൽ നിസ്സംശയം, സംശയമില്ല, അത് നടന്നിരിക്കും. 4 വിഭാഗം ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നത് നരകത്തിന്റെ അവകാശികളായിട്ടായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. അള്ളാഹു അതിൽ നിന്ന് നാം ഓരോരുത്തരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 വിഭാഗം ആൾക്കാർ ഉറപ്പായി നരകം വിലക്ക് വാങ്ങുന്നവരാണ്, അതിന് സംശയമൊന്നുമില്ല. ഒന്നാമത്തെ വിഭാഗം ആരാ? നമ്മൾ പല ദിവസവും മഗ്രിബിന്റെ സമയത്ത് ഇമാം ഓതുന്നൊരു സൂറത്ത് കേൾക്കാറുണ്ട്. ഏതാ സൂറത്ത് എന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അറഅയ്തല്ലദീ യുകല്ലിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീമ വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്ന നരകത്തെ വിലക്ക് വാങ്ങുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? അവര് നമസ്കരിക്കുന്നവരാണ്. എങ്ങനെയുള്ള നമസ്കാരക്കാരെന്നറിയോ? അവര് സാഹൂനായ നമസ്കാരക്കാരാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഒന്നാമത്തെ വിഭാഗം ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർ. അൽഹംദുലില്ലാ, പറഞ്ഞത് നന്നായി ഉസ്താദേ. ഇനിയിപ്പോ നാളെ അവർ നിസ്കരിക്കണ്ടല്ലോ. എങ്ങനത്തെ നിസ്കാരക്കാർ? സാഹൂനായ നമസ്കാരക്കാർ. ഈ ആയത്തിറങ്ങി മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് കടന്നു എന്നിട്ട് ചോദിക്കുന്നു, നബിയേ, മനില്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂനായ നമസ്കാരക്കാർ ആരാണെന്ന് പറഞ്ഞു തരുമോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുപ്പ, സാഹൂനായ നമസ്കാരക്കാർ ആരെന്നറിയോ? അല്ലദീന യതഅഖറൂന അൻ ഔഖാതിഹാ, നമസ്കാരത്തെ അതിന്റെ സമയത്തെയും തൊട്ട് പിന്തിപ്പിച്ച് നമസ്കരിക്കുന്നവർ ആരോ അവര് നരകത്തിന്റെ ബൈലെന്ന് പറയുന്ന നരകത്തിന്റെ ഉള്ളറയിൽ വീണുപോകുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. നമസ്കാരത്തെ അതിന്റെ സമയത്തെയും തൊട്ട് കാരണമില്ലാതെ പിന്തിക്കുന്നവർ. ചില ചെറുപ്പക്കാര് പറയാറുണ്ട്, ഉസ്താദ് എനിക്കിപ്പോ വലിയ തഖ്വയാണ്, ഭയങ്കര തഖ്വയാണ്, എനിക്ക് ഭയങ്കര ഈമാനാണ്. കാരണം ഞാൻ സുബഹിക്കെടുക്കുന്ന ഒതുകൊണ്ട് ഇശാവരെ നിസ്കരിച്ചളയും. സുബഹിക്കെടുക്കുന്ന ഒതുകൊണ്ട് ഇശാവരെ നിസ്കരിച്ചളയും. എങ്ങനെയാണ് നിസ്കരിക്കുന്നതെന്ന് അറിയോ? വൈകുന്നേരം ഇശായുടെ സമയത്ത് വന്നിട്ട് ഒതുവെടുത്ത് അന്നത്തെ സുബഹി മുതൽ ഇശാ വരെ ഒറ്റടിക്കൊരു നിസ്കാരമുണ്ട്. ഇങ്ങനത്തെ നമസ്കാരക്കാർക്ക് സർവനാശമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഇത് നമസ്കരിക്കുന്നവരുടെ അവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ നമസ്കരിക്കാത്തവരുടെ അവസ്ഥ എന്താ?
നമസ്കരിക്കാത്തവരുടെ അവസ്ഥ എന്ന നമസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. വേറെ എന്ത് അമല് ചെയ്തില്ല എങ്കിലും ഒന്നുകിൽ അല്ലാഹു അവന്റെ കരുണ കൊണ്ട് നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ടാണ് ഹബീബായ നബിതങ്ങൾ ഈ ലോകത്തോട് വിട പറയാൻ സമയത്ത് നമ്മളോട് പറഞ്ഞെന്നേ, അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അറുളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ, ആരംഭപ്പൂവിന്റെ ഹാലും നീല കണ്ട് ആലും സഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ, മുത്തായ തങ്ങൾ തളർന്ന് കിടക്കുന്നു, മുത്തുമുൽ ഫാത്തിമ ചാരത്തിരിക്കുന്നു, ഏറ്റവും വിഷാദത്താൽ ഉപ്പായെ നോക്കുന്നു, ഏറെ പരിചരിച്ചെല്ലാരും നിൽക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബി ലോകത്തോട് വിട പറയാൻ സമയത്ത് ആയിഷ ബീവിയുടെ മടിയിൽ കിടന്നുകൊണ്ട് ലോകത്തിന്റെ നായകൻ പറഞ്ഞ അവസാനത്തെ വാക്കെന്തെന്നറിയോ? ആയിഷ, ഇന്നലിൽ മൗത്തില സക്കറാ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ, അത് എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുന്നു. ആ മരണത്തിന്റെ വേദന പോലും കടിച്ചിറക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോടൊരു വസിയത്ത് ചെയ്തു. ആ വസിയത്ത് ഏതെന്നറിയോ? ഉസീകും ബിസ്സലാ യാ ഉമ്മത്തി, ഉസീകും ബിസ്സലാ. സമുദായമേ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ അലംഭാവം കാണിക്കല്ലേ. നമസ്കാരം പാഴാക്കിയ നാളെ പടച്ചവന്റെ പരലോകത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അദാബിന്റെ സങ്കേതമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ വസിയത്ത്, യാ ഉമ്മത്തി ഊസീകും ബിസ്സലാ. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കല്ലേ. നാളെ നമസ്കാരം ഉപേക്ഷിച്ചാൽ അദാബിന്റെ സങ്കേതം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഒന്ന്, നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കാത്തവർക്ക് അള്ളാഹുവിന്റെ അദാബുണ്ട്. രണ്ട്, നരകത്തെ വിലക്ക് വാങ്ങുന്ന രണ്ടാമത്തെ വിഭാഗം. രണ്ടാമതായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ദുനിയാവിൽ വെച്ച് തന്നെ നരകത്തെ വിലക്ക് വാങ്ങുന്ന രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്വലാം. നബിയെ, അങ്ങയുടെ കാലഘട്ടത്തിന് ശേഷം ഒരു വിഭാഗം ആൾക്കാർ ഈ ദുനിയാവിന്റെ നെറുകയിൽ കടന്നു വരും നബിയെ. അവരുടെ സ്വഭാവം എന്തെന്നറിയോ? അവര് തീരെ നമസ്കരിക്കാത്തവരാ, അവര് നമസ്കാരം പാഴാക്കുന്നവരാ. അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന നരകമേതെന്നറിയോ? ഫസൗഫ യൽഖൗന ഗയ്യാ, ഫസൗഫ യൽഖൗന ഗയ്യാ. അവര് എന്ന് പറയുന്ന നരകം ഉറപ്പായും കണ്ടുമുട്ടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. നബിയെ, അങ്ങയുടെ കാലഘട്ടത്തിന് ശേഷം ഒരു വിഭാഗം ആൾക്കാർ ദുനിയാവിൽ കടന്നു വരും. അവരുടെ സ്വഭാവം എന്തെന്നറിയോ? അവര് നമസ്കാരം പാഴാക്കുന്നവരാണ്, തീരെ നമസ്കരിക്കാത്തവരാണ്. അങ്ങനെയുള്ളവർ എന്ന് പറയുന്ന നരകം അവര് തീർച്ചയായി കണ്ടുമുട്ടുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. എന്ന് നമ്മൾ ഒരുപാട് കാലം കൊണ്ട് കേൾക്കുകയാണ്. ഈ എന്ന് പറയുന്ന നരകം, ആ നരകത്തിൽ വീണുപോകുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താ? അള്ളാന്റെ ഹബീബ് പറയട്ടെ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നു, അൽ ഗയ്യു വാദിൻ ഫീ ജഹന്നമ, അൽ ഗയ്യു വാദിൻ ഫീ ജഹന്നമ. എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അത് നരകത്തിന്റെ ഒരു മലഞ്ചെരുവാ.
നരകത്തിന്റെ ഒരു മലഞ്ചെരുവാ. ആ മലഞ്ചെരുവിന്റെ ഉള്ളിൽ വീണു പോകുന്ന മനുഷ്യന്റെ അവസ്ഥ എന്തെന്നറിയോ? തസ്തഈദു മിൻഹു കുല്ല യൗമിൻ അൽഫ മറ. ആ മലഞ്ചെരുവിൽ കിടന്നിട്ട് ഓരോ ദിവസവും 1000 പ്രാവശ്യം പടച്ചവന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങളെ ഉയർത്തിയിട്ട്, അല്ലാഹുവേ, ഈ നരകത്തിന്റെ ചൂടനുഭവിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല പടച്ചവനെ, ഈ നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തുമോ അല്ലാ എന്ന് ഓരോ ദിവസവും 1000 പ്രാവശ്യം പടച്ചവനോട് കാണുകയാണ് അപേക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരികയാ. ആ സമയത്ത് പടച്ച റബ്ബ് പറഞ്ഞു തരുന്ന മറുപടി എന്തെന്നറിയോ? എടാ, നിന്നോട് അന്നേ പറഞ്ഞില്ലേ നിസ്കരിക്കാൻ, നിസ്കരിച്ചില്ലെങ്കിൽ ഈ എന്ന് പറയുന്ന നരകത്തിന്റെ ഉള്ളറയിൽ നീ വന്ന് വീഴുമെന്ന് ഖുർആനിലൂടെ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് നൽകിയില്ലേ? അത് ചെവിക്കൊള്ളാതെ ദുനിയാവിന്റെ നെറുകയിൽ പുറംകാലുകൊണ്ട് പുറത്തേക്ക് ചവിട്ടിയിറന്നിട്ട് നമസ്കാരം പാടാക്കിയിട്ട് ഇവിടെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല, അനുഭവിച്ചോളാൻ അല്ലാഹു പറയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അൽ വയ്യു വാദിൻ ഫീ ജഹന്നമ. വയ്യെന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ഒരു മലഞ്ചെരുവാണ്. ആ മലഞ്ചെരുവിന്റെ ഉള്ളറയിൽ വീണു പോകുന്ന അവസ്ഥ എന്തെന്നറിയോ? തസ്തഈദു മിൻഹു കുല്ല യൗമിൻ അൽഫ മറ. ഓരോ ദിവസവും 1000 പ്രാവശ്യം പടച്ചവനോട് കൈയുയർത്തിയിട്ട് പറയും, അല്ലാഹുവേ, ചൂടനുഭവിക്കാൻ കഴിയുന്നില്ല പടച്ചവനെ, എന്നെ രക്ഷപ്പെടുത്തുമോ പടച്ചവനെ. ദുനിയാവിന്റെ ചൂടനുഭവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെയുള്ള നമ്മുടെ ശരീരം നരകത്തിന്റെ ചൂട് എങ്ങനെ അനുഭവിക്കും? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ 2 വിഭാഗം ആൾക്കാരെ നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി 3ാമത്തെ വിഭാഗം, നരകത്തെ വിലക്ക് വാങ്ങുന്ന 3ാമത്തെ വിഭാഗത്തെ കുറിച്ച് ഖുർആൻ പറയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ദുനിയാവിൽ വെച്ച് നരകത്തെ വിലക്ക് വാങ്ങുന്ന 3ാമത്തെ വിഭാഗം ആരെന്നറിയോ? വത്തബഉ ശഹവാ, വത്തബഉ ശഹവാ, വത്തബഉ ശഹവാ. ശരീരം ആഗ്രഹിക്കുന്ന മുഴുവൻ തെറ്റുകൾ ചെയ്യുന്നവരാരോ? ശരീരത്തിന് എന്തൊക്കെ തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ ആ തെറ്റുകൾ മുഴുവനും ചെയ്യുന്നവരാരോ? അവർ ഉറപ്പായും ചെന്ന് വീടുന്ന നരകമേതെന്നറിയോ? ഫസൗഫ യൽഖൗന ഗയ്യാ, ഫസൗഫ യൽഖൗന ഗയ്യാ. അവർ ഗയ്യെന്ന് പറയുന്ന നരകത്തിന്റെ ഉള്ളറയിൽ വീണു പോകുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. 3ാമത് നരകത്തെ വിലക്ക് വാങ്ങുന്നവർ വത്തബഉ ശഹവാത്ത്, ശരീരം ആഗ്രഹിക്കുന്ന മുഴുവൻ തെറ്റുകളും ചെയ്യുന്നവർ. എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് നമുക്ക്, ആ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവർ ഫസൗഫ യൽഖൗന ഗയ്യ, ഉറപ്പായും ഗയ്യെന്ന് പറയുന്ന നരകം കണ്ടുമുട്ടുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, ആരാണോ പടച്ചവനെ യഥാർത്ഥത്തിൽ പേടിക്കുന്നത് അവരുടെ ഗുണം വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തിന്റെ ഇച്ഛകൾ അവർ മാറ്റിവെക്കും. അങ്ങനെ ശരീരത്തിന്റെ ഇച്ഛകളെ മാറ്റിവെച്ചിട്ട് പടച്ചവനെ യഥാർത്ഥത്തിൽ പേടിക്കുന്നവർ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവരുടെ മടക്കസ്ഥാനം, അഭയസ്ഥാനം സ്വർഗമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അങ്ങനെ സ്വർഗത്തിലേക്ക് ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചിട്ട് പറന്നുപോയ ഒരു സ്വഹാബിയുടെ ചരിത്രം പറഞ്ഞു തരട്ടെ. ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ പടച്ചവന്റെ പരലോകത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ട് ദുനിയാവിൽ നിന്ന് പറന്നുപോയ ഒരു സ്വഹാബി സ്വർഗത്തിലേക്ക്. ഉംറയ്ക്ക് പോയവർ എത്ര പേരുണ്ട്? ഉംറയ്ക്ക് പോയവർ ഒന്ന് കൈ ഉയർത്തി. ഉംറയ്ക്ക് പോയവർ, അല്ലാഹു ഇനിയും പോകാനുള്ള മഹാഭാഗ്യം നൽകട്ടെ. പോകാത്തവർക്ക് എത്രയും പെട്ടെന്ന് ആ പരിശുദ്ധമായ മണ്ണിൽ ചവിട്ടാൻ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഭാഗ്യം തരട്ടെ. നമ്മൾ ഉംറയ്ക്ക് പോയാൽ മക്കയിൽ നിന്ന് ഇഹ്റാം ചെയ്യാൻ പോകുന്നത് എവിടെയാ? ആയിഷ പള്ളിയിൽ എവിടെയാണ് പോകുന്നത്? ആയിഷ പള്ളിയുടെ മുൻഭാഗം മുഴുവനും മലയാണ്, മലഞ്ചെരുവാണ്. ആ മലഞ്ചെരുവിന്റെ കല്ലുകളും മണൽത്തരികളും നമ്മുടെ കാതുകൊണ്ട് കേൾക്കാൻ കഴിയാത്ത ഒരാളുടെ പേര് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കേൾക്കാൻ കഴിയില്ല, പക്ഷേ അതിന്റെ കല്ലുകളും മണൽത്തരികളും ഇന്നും ആ പേരിങ്ങനെ വിളിച്ചു പറയുക. ആരുടെ പേരാ? യാ ഹുബൈബ് അന്ത ഫിൽ ജന്ന, അന്ത ഫിൽ ജന്ന. ഹുബൈബേ, നീ സ്വർഗത്തിലാ, നീ സ്വർഗത്തിലാ. ആരാ
ഹുബൈബ് റളിയല്ലാഹു അൻഹു ആരെന്നറിയോ? ഈ ഹുബൈബിന് അല്ലാഹു ഈ പദവി കൊടുത്തത് എന്തുകൊണ്ടെന്നറിയോ? മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ഖുറൈശികൾ ഇതറിഞ്ഞു. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു വെച്ചിട്ട് മക്കാ ഖുറൈശികൾ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്ത മോഹന വാഗ്ദാനമേതെന്നറിയോ? ഹുബൈബേ, നിന്റെ വിശ്വാസത്തിൽ നിന്ന് നീ പിന്മാറിയ ഈ മക്കയിൽ എവിടെ വേണോ നീ വിരൽ ചൂണ്ടിയാൽ അവിടെ നിനക്ക് കൊട്ടാരം പോലത്തെ വീട് ഞങ്ങൾ പണിതു തരാം ഹുബൈബേ. അതല്ല, നിനക്ക് സുന്ദരികളായ പെണ്ണുങ്ങളെ വേണോ? ഈ മക്കയിലുള്ള ഏത് സുന്ദരി പെണ്ണിനെ വിരൽ ചൂണ്ടിയാലും ആ പെണ്ണിനെ നിനക്ക് ഞങ്ങൾ വിവാഹം കഴിപ്പിച്ചു തരാം ഹുബൈബേ. അതല്ല, നിനക്ക് അധികാരം വേണോ? അധികാരത്തിന്റെ ശ്രേണിയിൽ ഞങ്ങൾ നിന്നെ വിരാജിപ്പിക്കാം ഹുബൈബേ. നിന്റെ വിശ്വാസത്തിൽ നിന്ന് നീ ഒന്ന് പിന്മാറുമോ? ആ സമയത്ത് ഹുബൈബ് റളിയല്ലാഹു അൻഹു മക്കാ ഖുറൈശികളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു കൊടുത്ത വാക്കേതെന്നറിയോ? എടാ മടയന്മാരെ, അഹങ്കാരികളെ, എന്റെ വലതേകയിൽ സൂര്യനെയും എന്റെ ഇടതേകയിൽ ചന്ദ്രനെയും വെച്ച് തരാമെന്ന് പറഞ്ഞാലും എന്റെ വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരത്തിൽ ഞാൻ ആവാഹിച്ചെടുത്ത വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസത്തിൽ നിന്ന് ഒരു അണുമണി പോലും പിന്മാറാൻ ഞാൻ സന്നദ്ധനല്ലെന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹു മക്കാ ഖുറൈശികളോട് പറഞ്ഞു കൊടുക്കുകയാ. പരാജയപ്പെട്ടു. മക്കാ ഖുറൈശികൾ പരാജയപ്പെട്ടു. അടുത്ത തന്ത്രമെടുക്കുകയാ. ഹുബൈബേ, നീ വിശ്വാസത്തിൽ നിന്ന് മാറണ്ട ഹുബൈബേ. നിന്റെ നാവ് കൊണ്ട് ഒരു വാക്ക് പറയോ ഹുബൈബേ? നിന്റെ നാവ് കൊണ്ട് ഒരൊറ്റ വാക്ക് പറഞ്ഞ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം ഹുബൈബേ. നീ പറയേണ്ട വാക്ക് ഏതെന്നറിയോ? മുഹമ്മദ് കള്ളനാണെന്ന് നിന്റെ നാവ് കൊണ്ടൊന്ന് പറയോ ഹുബൈബേ. അല്ലാഹുവേ, ഇത് കേൾക്കേണ്ട താമസം ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന്റെ ഉള്ളറയിൽ വല്ലാത്ത വിഷമത്തോടെ, ദേഷ്യത്തോടെ, കണ്ണീരോടെ മക്കാ ഖുറൈശികളുടെ മുഖത്ത് നോക്കിയിട്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ. എടാ മടയന്മാരെ, അധികാരികളെ, എന്റെ പ്രവാചകന് കള്ളനെന്നല്ല, എന്റെ പ്രവാചകന്റെ കാലിലെങ്ങാനും ഒരു മുള്ളുകൊണ്ടെന്ന് ഈ ഹുബൈബ് പറഞ്ഞാൽ അതെന്റെ മനസ്സിന് താങ്ങാൻ കഴിയൂല, അതെന്റെ മനസ്സിന് താങ്ങാൻ കഴിയൂല എന്ന് പറഞ്ഞ പ്രവാചകന്റെ പ്രണയത്തിന്റെ സാഗരം തീർത്ത ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മക്കാ ഖുറൈശികൾ വിലങ്ങ് വെച്ചിട്ട് കൊണ്ടുവരികയാ. ആയിഷ പള്ളിയുടെ പരിസരത്തുള്ള മലഞ്ചെരുവിലേക്ക് കൊണ്ടുവരികയാ. ആ മലഞ്ചെരുവിനെന്ന് അറിയപ്പെടുന്ന പേരേതെന്നറിയോ? ജബൽ ഹുബൈബ്. ജബൽ ഹുബൈബ്. ഉംറയ്ക്ക് പോയവരെ, ഇനി ഉംറയ്ക്ക് പോകാൻ കൊതിക്കുന്നവരെ, ആയിഷ പള്ളിയുടെ മുമ്പിൽ ചെന്നിട്ട് ആ മലഞ്ചെരുവിന്റെ മുകളിലേക്കൊന്ന് നോക്കിയിട്ട് ഈ ചരിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നോ? അറിയാതെ അവിടെ നിന്ന് നമ്മൾ കരഞ്ഞു പോകും പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, ജബൽ ഹുബൈബിന്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് മക്കാ ഖുറൈശികൾ ഒരു കഴുകുമരമുണ്ടാക്കുകയാ, ഒരു തൂക്കുമരമുണ്ടാക്കുകയാ. എന്നിട്ട് ആ തൂക്കുമരത്തിന്റെ ചാരത്ത് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അവര് നിർത്തുകയാ. എന്നിട്ട് മക്കാ ഖുറൈശികൾ പറഞ്ഞു കൊടുത്തു, ഹുബൈബേ, നിന്റെ അവസാനത്തെ ആഗ്രഹമെന്താ? നിന്റെ അന്ത്യാഭിലാഷമെന്താ? ആ സമയത്ത് ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത അവസാനത്തെ ആഗ്രഹം ഏതെന്നറിയോ? എന്റെ ഭാര്യയെ കാണണമെന്നല്ല, മക്കളെ കാണണമെന്നല്ല, എന്റെ മാതാപിതാക്കളെയും കുടുംബത്തെയും കാണണമെന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത അവസാനത്തെ ആഗ്രഹം എന്തെന്നറിയോ? എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം, എന്റെ പടച്ചവന് വേണ്ടി എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. പറയാൻ കഴിയോ? കന്യാടപ്പിന്റെ പരിസരത്ത് കടന്നു വന്നവരെ നമുക്ക് പറയാൻ കഴിയോ? ഇതുപോലെ മരണം നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോ ഈമാനിന്റെ വാക്ക് ഇതുപോലെ പറയാൻ കഴിയോ? എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം,
ശരീരത്തിന്റെ വികാരങ്ങൾ പടച്ചവന്റെ പരലോകത്തിന് വേണ്ടി ഹുബൈബ് റളിയല്ലാഹു അൻഹു മാറ്റിവെക്കുകയാ. എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. മക്കാ ഖുറൈശികൾ പറഞ്ഞു, നിസ്കരിച്ചോ ഹുബൈബേ. അല്ലാഹുവേ, ഹുബൈബ് റളിയല്ലാഹു അൻഹു കൈകെട്ടിയിട്ട് നമസ്കാരത്തിലേക്ക് കടക്കുകയാ. ആ നമസ്കാരത്തിൽ നിന്ന് പൊട്ടിക്കരയുകയാ. നമസ്കാരം കഴിഞ്ഞ് തൂക്കുമരത്തിന്റെ ചാരപ്പ് വന്നു നിന്നപ്പോ ഹുബൈബ് റളിയല്ലാഹു അൻഹു മക്കാ ഖുറൈശികളോട് പറഞ്ഞ വാക്കെന്തെന്നറിയോ? എടാ മടയന്മാരെ, ധിക്കാരികളെ, ഞാനൊരു പേടിപ്പണ്ടരാണെന്ന് നിങ്ങളെ പറയൂല എന്ന പേടി എന്റെ മനസ്സിലില്ലായിരുന്നുവെങ്കിൽ എന്റെ നിസ്കാരം തീരാ, നിങ്ങൾ ഖിയാമം നാൾ വരെ ഇവിടെ നിൽക്കേണ്ടി വരുമായിരുന്നു എന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹു മക്കാ ഖുറൈശികളോട് പറഞ്ഞു കൊടുക്കുകയാ. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കാൻ പോകുന്നു. ആകാശലോകം കരയുന്നു, മലക്കുകൾ പൊട്ടിക്കരയുന്നു, ആകാശത്തിലൂടെ പറന്നുപോയ പറവകൾ പൊട്ടിക്കരയുന്നു. ഹുബൈബ് റളിയല്ലാഹു അൻഹു നിന്ന മലഞ്ചെരിവിന്റെ കല്ലുകൾ വിളിച്ചു പറയുന്നു, ഹുബൈബേ കരയല്ലേ, ഹുബൈബേ സങ്കടപ്പെടല്ലേ, ഹുബൈബേ അന്ത ഫിൽ ജന്ന, അന്ത ഫിൽ ജന്ന. നീ പറക്കാൻ പോകുന്നത് സ്വർഗ്ഗത്തിലേക്കാ, നീ പറക്കാൻ പോകുന്നത് സ്വർഗ്ഗത്തിലേക്കാ. ശരീരത്തിന്റെ വികാരങ്ങൾ മുഴുവനും മാറ്റിവെച്ചിട്ട് സ്വർഗ്ഗത്തിലേക്ക് ഹുബൈബ് റളിയല്ലാഹു അൻഹു പറന്നുപോയി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ശരീരത്തിന്റെ വികാരങ്ങൾ അല്ലാഹുവിന്റെ ആഖിറത്തിന് വേണ്ടി മാറ്റിവെക്കുന്നവരാരോ ഫൈനൽ ജന്നത ഹിയൽ മഅവാ, അവരുടെ മടക്കസ്ഥാനം സ്വർഗ്ഗമാണെന്ന് ഖുർആൻ. ഹുബൈബ് റളിയല്ലാഹു അൻഹു പറന്നുപോയി സ്വർഗ്ഗത്തിലേക്ക്. ശരീരത്തിന്റെ വികാരങ്ങൾ ആഖിറത്തിന് വേണ്ടി മാറ്റിവെച്ചു. അല്ലാഹു സ്വീകരിക്കട്ടെ. അതുപോലെ ജീവിക്കാൻ, അവരുടെ കൈപിടിക്കാൻ നാം ഓരോരുത്തർക്കും പടച്ചറബ് ഭാഗ്യം നൽകട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ നരകത്തെ വിലക്ക് വാങ്ങുന്ന 4ാമത്തെ വിഭാഗം പറഞ്ഞു, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫില്ല. അല്ലാഹു സമ്പത്ത് കൊടുത്തു. അള്ളാഹുവിന്റെ അനുഗ്രഹമായ സമ്പത്ത് പ്രവിശാലമായ രീതിയിൽ, വിശാലമായ രീതിയിൽ ദുനിയാവിൽ നൽകി. വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്. ആ സമ്പത്തിനെ ചിലവഴിക്കേണ്ട രീതിയിൽ ചിലവഴിക്കാത്തവർ ആരോ ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം. നബിയെ പറഞ്ഞു കൊടുക്കണം, അവർക്ക് നരകത്തിന്റെ വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന സന്തോഷ വാർത്ത ദുനിയാവിൽ തന്നെ അറിയിച്ചു കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. സമ്പത്ത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നൽകിയ സമ്പത്തിനെ ചിലവഴിക്കേണ്ട രീതി എങ്ങനെയാണെന്നും ഖുർആൻ പറയുന്നുണ്ട്, പ്രവാചകൻ പറയുന്നുണ്ട്. ആ വഴിയിലല്ലാതെ നമ്മൾ സമ്പത്ത് ചിലവഴിച്ചാൽ ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ നരകത്തിന്റെ ശിക്ഷ നമ്മളെ കാത്തിരിപ്പുണ്ടെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി ദുനിയാവിൽ ജീവിക്കുന്ന യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.